ചായ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പദപ്പെടുത്തി കൊടുത്തേക്ക് വേണ്ട, ഇത് മാറ്റണം ഇനി. കുടിച്ചോട്ടെ. ഇന്ന് രാവിലെ ചായയോടുകൂടി കൂടി ഞങ്ങളുടെ ദിവസം ആരംഭിക്കുക അല്ലേ? അച്ഛൻ കുടിച്ചു. ഇനി രാവിലെ ചപ്പാത്തി മുട്ടക്കറി ഉണ്ടാക്കാം കേട്ടോ. ചപ്പാത്തി മുട്ടക്കറി. ഓക്കെ ഓക്കെ. മുട്ടക്കറികളിലെ എല്ലാം റെഡിയൊക്കെ വെച്ചു. തക്കാളി, സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. നമ്മൾ പാത്രം വെച്ചു, എല്ലാം മിക്സ് ചെയ്ത് അതിനകത്തേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് തക്കാളി ഇട്ട് വഴറ്റിയതിന് ശേഷം സ്വല്പം ചൂടുവെള്ളം ഒഴിച്ചു. നല്ല തിളപ്പിച്ചതിന് ശേഷം പുഴുങ്ങി വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ട അതിൽ ചേർത്തു. അത് നല്ലൊരു വെന്തതിന് ശേഷം കുറച്ച് മല്ലിയില കൂടെ അതിൻ്റെ മേൽ മിക്സ് ചെയ്തു. നമ്മുടെ മുട്ടക്കറി റെഡിയായി. ഇനി ചപ്പാത്തികളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചപ്പാത്തിയും കൂടെ റെഡിയാക്കുകയാണ്. അപ്പോൾ അച്ഛനിന്ന് ചപ്പാത്തിയും മുട്ടക്കറിയാണ് ബ്രേക്ക്ഫാസ്റ്റ്. വെള്ളം പിന്നെ കുടിക്കുക. അത് ചപ്പാത്തി കഴിച്ചിട്ട് വെള്ളം കുടിക്കുക. അവിടെ വെച്ചേക്ക് കഴിച്ചിട്ട് കുടിക്കുക. മുട്ടക്കറി ചപ്പാത്തി കഴിച്ചിട്ട് അച്ഛൻ എനിക്ക് വേണമെന്ന് ചോദിച്ചു. ഞാൻ മേടിച്ച് എടുത്തോട്ടെ. ശരി, ഓക്കെ, താങ്ക് യു. അച്ഛൻ സ്നേഹത്തോടെ തന്നതല്ലേ, ഞാൻ കഴിക്കാം കേട്ടോ. ഇതെടുത്തേ. ഓക്കെ. ആ അപ്പോൾ ഓക്കെ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അല്ലേ ചാ? എല്ലാവർക്കും ഇന്ന് ഉച്ചയൂണിന് തേങ്ങാച്ചമ്മന്തി പിന്നെ ചക്ക അവിയലാണ് ഇന്ന് വയ്ക്കുന്നത്. ചക്ക അവിയൽ പിന്നൊരു പപ്പടം. ഇന്ന് ഞങ്ങളുടെ ഊണിന് ചോറും ചമ്മന്തി പിന്നെ ചക്ക അവിയലും പപ്പടം. ചോറ്, ചമ്മന്തി, ചക്കവേൽ, പപ്പടം, പിന്നെ മോര്. വിളിക്കട്ടെ? വിളിച്ചിട്ടുണ്ട്. അവിയലെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കണം. കൊടുക്കണ്ട, അച്ഛൻ കഴിച്ചാൽ മതി. നമ്മുടെ ചക്കയില്ലേ? സൂക്ഷം പോലെ ഇങ്ങനെ ഇരുന്നപ്പം അമ്മയുടെ ഫോട്ടോസും വളരെ കുറച്ചൊക്കെ എൻ്റെ ഉള്ളൂ. പക്ഷെ ഇന്നൊരു സജിത വൈഫ് എനിക്കൊരു വീഡിയോ അയച്ച് തന്നിരുന്ന. എൻ്റെ കയ്യിൽ ആദ്യമേ വീഡിയോ ഉണ്ടായിരുന്നു, പക്ഷെ അതെൻ്റെ അത് പോയി. പിന്നെ ഇപ്പോഴും ആ വീഡിയോ കണ്ടപ്പോൾ അമ്മ മരിക്കുന്നതിന് മുമ്പുള്ള ഒരു 4-5 ദിവസം മുമ്പുള്ള ഒരു വീഡിയോ ആയിരുന്നു അത്. അല്ലാതെ ഞങ്ങളുടെ വീഡിയോ ഒന്നും ഞങ്ങൾ ഒരുമിച്ചുള്ള എൻ്റെ കല്യാണ വീഡിയോ ഒക്കെയായിട്ടുണ്ട്. അല്ലാതെ നമ്മളങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ആ വീഡിയോ കണ്ടപ്പം എന്തോ മനസ്സിൽ വല്ലാതെ ഇങ്ങനെ വീഡിയോ ഇപ്പം കാണിക്കില്ല അമ്മ. അത് അമ്മയ്ക്ക് അസുഖമാണെന്നൊക്കെ അറിഞ്ഞ് അമ്മ അറിഞ്ഞിട്ടില്ല, അമ്മയ്ക്ക് അറിയത്തില്ലായിരുന്നു. അമ്മയ്ക്ക് ലിവറിലായിരുന്നു ക്യാൻസർ. ലാസ്റ്റ് സ്റ്റേജിലാണ് അറിഞ്ഞത്. ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ അമ്മയ്ക്ക് അറിയത്തില്ലായിരുന്നു. ഞങ്ങൾ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു. അമ്മയ്ക്കും ലാസ്റ്റ് വരെ അറിയത്തില്ലായിരുന്നു. ആ രോഗം കണ്ടുപിടിച്ചിട്ട് ഒരു 10-20 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ മരിച്ചു. അച്ഛനൊന്നും അറിയത്തില്ലായിരുന്നു. അച്ഛന് ആ സമയത്തൊക്കെ അച്ഛൻ ഇതുപോലെ ഇത്ര ആയിട്ടില്ല, എന്നാലും ചില ടെറസിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ പോയി നിൽക്കുകയും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അമ്മ ചിതയിലോട്ട് ഇങ്ങനെ എടുത്തപ്പോൾ അച്ഛൻ ഈ ബിസ്ക്കറ്റൊക്കെ എപ്പോഴും പിടിച്ചുകൊണ്ട് വരുമായിരുന്നു. അച്ഛൻ ബിസ്ക്കറ്റും കൊണ്ട് ഇങ്ങനെ അമ്മയ്ക്ക് കൊടുക്കാനായിട്ട് അവിടെ നിൽക്കുക. അച്ഛൻ ഓർമ്മയുണ്ടോ അതൊക്കെ? അച്ഛനൊന്നും ഓർമ്മയില്ല. വല്ലാത്തൊരു സമയമായിരുന്നു അമ്മയുടെ മരണം. ആ വീഡിയോ ഇത് കണ്ടപ്പോൾ എന്തായാലും ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. എന്തായാലും അമ്മയുടെ ഓർമ്മ അതൊക്കെയുള്ളൂ.
അതാണ് ഞാനിത്. ഇത് അമ്മയുടെ അവസാന ആ സമയത്തൊക്കെയുള്ള ഫോട്ടോയാണ്. ഇതൊക്കെ എടുത്തതിന് ശേഷം ഒരു 10 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ മരിച്ചു. ഞാൻ ഈ സമയത്തൊക്കെ എനിക്ക് പ്രോഗ്രാമുണ്ട്. ഞാൻ രാത്രി പ്രോഗ്രാമിന് പോകും, പിന്നെ തിരിച്ച് വീട്ടിൽ വരും. മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയ സമയമാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ ആ ഒരു ഉള്ള ഏക വീഡിയോ, ആ അമ്മ മരിക്കുന്നതിന് മുമ്പ് ഒരു 5 ദിവസം മുമ്പുള്ള ഒരു വീഡിയോ ഉണ്ട്. നമുക്കെപ്പോൾ വേണമെങ്കിലും കഴിച്ചിട്ട് മറ്റേതിന് അത് കഴിച്ച് പിന്നെ വെയിറ്റ് ചെയ്ത് അത്രയും ഉറക്കം കളയണ്ട അല്ലേ? അതാ നല്ല എല്ലാം അടിച്ചാൽ ഞാൻ അടിച്ചാൽ മറ്റേ ഉള്ളതല്ലേ ഉണ്ടോ? ഫോട്ടോ എടുക്കണം. എന്റെ ഫോട്ടോ എടുക്കുന്നു. നല്ല പ്രാകൃത രൂപം. എനിക്ക് ഇതാണ് അമ്മയുടെ ലാസ്റ്റ് ആ ശബ്ദം. എൻ്റെ കയ്യിൽ ഇപ്പം നമുക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിലുള്ള ശബ്ദം ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനെ അമ്മ ഇത് ഈ വീഡിയോ ഒക്കെ എടുത്ത് 5 ദിവസത്തിന് ശേഷം, ഇതേ ഉള്ള ലാസ്റ്റ് ഒരു വീഡിയോ നമ്മുടെ ഉള്ളൂ. ഒരു 5-6 ദിവസമായി തോന്നുന്നു. 5-6 ദിവസമായപ്പോഴത്തേക്ക് അമ്മ മരിച്ചു. പക്ഷേ അമ്മയ്ക്ക് അറിയത്തില്ലായിരുന്നു. ഞങ്ങളെ പറയുമായിരുന്നു എപ്പോഴും, അമ്മയെല്ലാം ഭേദവും റെഡിയാവും എന്ന് പറയുമായിരുന്നു. പക്ഷേ 2022 തീയതിയാണ് അമ്മ മരിക്കുന്നത്. ഇതായിരുന്നു ഞങ്ങളുടെ അമ്മ. പിന്നെ ഇപ്പം പക്ഷെ അച്ഛനതൊന്നും അറിയത്തില്ല കേട്ടോ. അച്ഛന് ഭാഗ്യമല്ല, അമ്മയുടെ മരണമൊന്നും അച്ഛനും അറിയത്തില്ല. പക്ഷെ അമ്മ എപ്പോഴും പറയുമായിരുന്നു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം എന്തോ ചെയ്യുമെന്നൊക്കെ ചോദിക്കുമായിരുന്നു. പക്ഷേ അച്ഛന് അതിലൊന്നും വിഷമം ഉണ്ടായിട്ടില്ല. അച്ഛന് അടിപൊളി ഇവിടെ, എൻ്റെ ഇവിടെ സെറ്റപ്പാണ്. ഇല്ലേ അച്ഛൻ? ഇല്ലേ? നമ്മുടെ സെറ്റല്ലേ? അതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. എന്നാലും ആ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ ഒന്ന് ഷെയർ ചെയ്തിട്ട്, ചില ആൾക്കാർ ഇപ്പോൾ കുരുപൊട്ടി പറയായിരിക്കും നിനക്ക് എന്തിനാണ് ഇടുന്നത് എന്നൊക്കെ പറയും. നമ്മുടെ ഇഷ്ടത്തിനാണ് ഇടുന്നത്. കഴിക്കാട്ടോ ചാ, എല്ലായിടത്തും കഴിക്കണേ. ഓക്കെ, അടിപൊളിയായിട്ട് കഴിക്കണം. മൊത്തം കഴിച്ചിട്ട് എന്നുവെച്ചാൽ ചോറ് കഴിക്കുകയാണ്. അപ്പോഴൊക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.